സ്നേഹനിധിയായ അരൂപ്പാല കോർപ്സ്കോപ്പ അച്ഛൻ കൊച്ചമ്മ ഫാമിലി, ഇടവകയുടെ വികാരി ഡോക്ടർ ഐസക് ബി പ്രകാശൻ, ഫാമിലി, പ്രിയ ജനത, അമേരിക്കയിലെ ഏറ്റവും വലിയ പള്ളി എന്ന് അവകാശപ്പെടുന്ന ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ എളിയ ചുമതലക്കാരായി ഞങ്ങളിന്ന് ചേർന്നെടുക്കുകയാണ്. ഞാൻ സാധാരണ ചാർജ് എടുക്കുന്ന ദിവസം പറയുന്ന ഒരു കാര്യമുണ്ട്. ഫുട്ബോൾ കോർട്ടിൽ 7 or 8 പേര് കാണും കളിക്കാൻ. അതിലൊരു ക്യാപ്റ്റൻ കാണും, സഹ ക്യാപ്റ്റന്മാർ കാണും, ഔട്ട് പറക്കാനുള്ള ആൾക്കാർ കാണും. ഓരോരുത്തരുടെയും അസൈൻഡ് റോളുണ്ടാകും. അതിൽ ഒരാൾ അല്പം പിന്നോട്ട് മാറിയാൽ ആ കളി പരാജയപ്പെടും. ഇപ്പം നിങ്ങളുടെ ശുശ്രൂഷകരായിട്ട് ദൈവ നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട് അയക്കപ്പെട്ടിരിക്കുന്നു. ഇടവികാരി, അസിസ്റ്റന്റ് വികാരിമാര് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ കളിയിൽ വിജയം വരിക്കുക പ്രയാസമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻപുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കാലഘട്ടം അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. ഓരോരുത്തർക്കും അവരുടേതായ ടാലൻസ് ഉണ്ട്. ഞങ്ങൾ ഈ 3 അച്ഛന്മാർ അത് നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതല. നിങ്ങൾ ഇതിനകം അന്വേഷിച്ച് കാണുക അച്ഛന്മാർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. അത് സ്വാഭാവികമാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ വിനിയോഗിക്കുക. കേവലം ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന കുർബാന ചെയ്യുന്ന ഒരു ബന്ധക്കാരനായിട്ട് മാത്രം പോയാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പോകും. അതല്ല, ഈ ഇടവകയ്ക്ക് ഐക്യത്തോടെ, ഒരുമയോടെ, ശ്രദ്ധേയമായി ചുവട് വെച്ച മുൻഗാമികളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ ദേശത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഈ ദേശത്തിന് അനുഗ്രഹീതമായ അനുഭവങ്ങളെ പകരുവാൻ നിങ്ങൾ ഞങ്ങളെ വിനിയോഗിക്കണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. സാധ്യതകൾ നിരവധി ഉണ്ട്, അതോടൊപ്പം വെല്ലുവിളികൾ ഉണ്ടാകും. ഈ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മെ സമീപിച്ച് അല്ലെങ്കിൽ അച്ഛന്മാരെ സമീപിച്ച് ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയും. പല അച്ഛന്മാരുടെ കുറ്റങ്ങൾ പറയും, അവരുടെ നന്മകൾ പറയും. ആ അച്ഛനെ പോലെ ആയിക്കൂടെ എന്ന് ചിന്തിക്കും. അതൊരിക്കലും പറ്റുകയില്ല. കുഞ്ചക്കണ്ണ അച്ഛനാകാൻ പറ്റുകയില്ല. എനിക്ക് ചെറിയ അച്ഛനാവാൻ പറ്റുകയില്ല, കോർപ്സ്കോപ്പ് ആവാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ആ പാദം തൊടാൻ പറ്റുകയില്ല, ഐസക് അച്ഛനാകാൻ പറ്റുകയില്ല. നമുക്ക് എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്, അതോടൊപ്പം തന്നെ നന്മകളുണ്ട്. അത് മനസ്സിലാക്കി ഇടവകയുടെ നന്മയ്ക്കായി അത് വിനിയോഗിക്കുവാൻ കഴിയണം എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഐക്യത്തോടു കൂടി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സ്വാഭാവികമാണ്. പക്ഷെ അവിടെയൊക്കെ അതെല്ലാം തരണം ചെയ്ത് മുന്നേറുവാൻ, ശക്തമായ ഒരു ഇടവകയായി മുന്നേറുവാൻ സെന്റ് തോമസ് ഇടവകയുടെ എല്ലാ അംഗങ്ങളും ഞങ്ങളോടൊപ്പം കൈചേർന്ന് പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് എല്ലാ നന്മകളും അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.